Hello dear students, welcome back to my chemistry class and here is your Asna ma'am. And ഇതിൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യണം. ദെൻ ഇതാണ് മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ് എന്ന ചാനൽ. അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയി ക്ലിക്ക് ചെയ്താൽ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 അങ്ങനെയെല്ലാം മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിങ്ങനെ കാണണം കേട്ടോ. Now we are learning our second chapter, Chemistry 9th Standard Kerala syllabus. Second chapter, Chemical Bonding. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. കെമിക്കൽ ബോണ്ടിങ് 2 ടൈപ്സ് ഉണ്ടെന്ന് പഠിച്ചു. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അയണിക് ബോണ്ടിങ്ങിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. അയണിക് ബോണ്ടിങ് എന്തായിരുന്നു? ആറ്റംസ് തമ്മിൽ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് ആറ്റംസ് അയോൺസുകളായി മാറി. അയോൺസ് എന്ന് വെച്ചാൽ ചാർജ്ഡ് ആയിട്ടുള്ള ആറ്റംസിനെയാണ് നമ്മൾ അയോൺസ് എന്ന് പറയാറ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ചാർജായിട്ട് വരുന്ന അയോൺസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ അട്രാക്റ്റീവായിട്ടൊരു ബോണ്ട് ഫോം ചെയ്യുന്നതിനെ നമ്മൾ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. അയോൺസ് തമ്മിലുള്ള ബോണ്ടിനെ നമ്മൾ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് കോവാലന്റ് ബോണ്ട്. എന്താണ് കോവാലന്റ് ബോണ്ടിങ്? അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അവർ ടുഡേയ്സ് ടോപ്പിക് ഈസ് കോവാലന്റ് ബോണ്ടിങ്. ഇവിടെ എന്തോ ഒരു ഫിഗർ വന്നല്ലോ. എന്താണിത്? ബോർ മോഡലാന്ന് മനസ്സിലായി. ഇപ്പോൾ വന്ന ഈ ഫിഗർ ഉണ്ടല്ലോ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? സെൻട്രലിൽ ന്യൂക്ലിയസ് ഉണ്ടെന്ന് മനസ്സിലായി. ചുറ്റും കാണിച്ചിട്ടുള്ളത് ഇലക്ട്രോൺസ് ആണെന്ന് നമുക്കറിയാം അല്ലേ? സോ ഇവിടെ ഈ കണ്ടോ, ഈ സെൻറ്ററിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ കണ്ടോ, ഈ ഭാഗത്ത് നോക്കൂ, 2 ഇലക്ട്രോൺസ് ഇങ്ങനെ ഇരിക്കുന്നില്ലേ? അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഫിഗർ ഇങ്ങനെ വന്നത്? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ കോവലന്റ് ബോണ്ട് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ അടുത്ത് പീരിയോഡിക് ടേബിൾ ഉണ്ടെങ്കിൽ പഠിക്കുന്ന ടേബിളിൻ്റെ അടുത്തൊന്ന് ഒട്ടിച്ച് വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ ഡയറ്റോമിക് മോളിക്യൂൾസിനെ കുറിച്ചൊന്ന് നോക്കാം. വാട്ട് ഈസ് ഡയറ്റോമിക് മോളിക്യൂൾസ്? നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. മോളിക്യൂൾസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടെന്ന്. മോണോ ആറ്റോമിക് ഉണ്ട്, ഡൈ ആറ്റോമിക് ഉണ്ട്, പോളി ആറ്റോമിക് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഡയറ്റോമിക് മോളിക്യൂൾസ്? elements that exist as diatomic molecules. ഡയറ്റോമിക് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ ചില എലമെൻറ്റ്സിന് ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. അവരെപ്പോഴും 2 ആറ്റംസ് ഒരു മോളിക്യൂളായി ഫോം ചെയ്തിട്ടാണ് എക്സിസ്റ്റ് ചെയ്യാറ്. അതിനെയാണ് നമ്മൾ ഡയറ്റോമിക് മോളിക്യൂൾസ് എന്ന് വിളിക്കാറ്. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇവയെല്ലാം ഡയറ്റോമിക് മോളിക്യൂൾസാണ്. ഇവയെല്ലാം നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും 2 ആറ്റംസ് ഒരുമിച്ച് നിൽക്കുന്നതാണ് കാണാറ്. എന്തുകൊണ്ടാണെന്നറിയോ? അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് എപ്പോഴും? ഓക്കെ, സോ ഇവരെല്ലാം പീരിയോഡിക് ടേബിളിൽ എവിടെയാണെന്നറിയോ നമുക്ക്? ഇതേ കാണുന്നു, ഹൈഡ്രജനാണ് ഏറ്റവും ഫസ്റ്റ് കാണുന്ന എലമെൻറ്റ്. കണ്ടോ, ഇത് എവിടെയാണ്? ഹൈഡ്രജൻ്റെ. ദെൻ ബാക്കി നമ്മൾ പറഞ്ഞതെല്ലാം ഇവിടെ നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇങ്ങനെയാണ് പോകുന്നത്. ഇത് ആറ്റോമിക് മോളിക്യൂൾസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോൾ പീരിയോഡിക് ടേബിൾ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കാമായിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ലെറ്റ്സ് എക്സാമിൻ ദ ഫോർമേഷൻ ഓഫ് ദിസ് മോളിക്യൂൾസ്. ഇനി ഈ മോളിക്യൂൾസ് 2 ആറ്റംസ് അതൊരു മോളിക്യൂളായല്ലോ. സോ ഈ മോളിക്യൂൾസിൻ്റെ ഫോർമേഷന് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഫസ്റ്റ് നമ്മുടെ ഫ്ലോറിൻ്റെ ബോർഡ് ആറ്റം മോഡൽ വന്നു. ഇവിടെ നോക്കൂ, ഫ്ലൂറിൻ്റെത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഫസ്റ്റ് ഫ്ലൂറിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ആറ്റോമിക് നമ്പർ ഫ്ലൂറിൻ്റെത് 9. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ 2, 7. Then how many electrons are required for one fluorine atom to attain the octet electron configuration? ഇപ്പോൾ ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ നമ്മൾ കണ്ടു അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, ദെൻ ബാക്കി 7 ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വന്നു, സെക്കൻഡ് ഷെല്ലിൽ. ദെൻ ഇവിടെ 7 വാലൻസ് ഇലക്ട്രോൺസ്.
ഇവിടെ 7 ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസുകളുടെ എണ്ണം. സോ 7 ഇലക്ട്രോൺസ് ആയാൽ ആ ആറ്റം സ്റ്റേബിൾ ആണോ? അല്ല. സ്റ്റേബിൾ ആവാൻ നമ്മൾ പറയുന്നത് എപ്പോഴാണ്? ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പൂർത്തിയാക്കുമ്പോഴാണ്. പക്ഷേ ഇവിടെ ആകെ 7 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി ഒരു ഇലക്ട്രോൺ എവിടെ നിന്ന് കിട്ടും? ഒരു ഇലക്ട്രോൺ കൂടി വേണം ഇതിന് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫ്ലൂറിൻ മോളിക്യൂളിൻ്റെ ഫോർമേഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്ലൂറിൻ മോളിക്യൂൾ F2 2 ഫ്ലൂറിൻ വേണം. അപ്പോൾ ഈ 2 ഫ്ലൂറിൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതേപോലെ ഇവിടെ ഒരു ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ബോർ മോഡൽ വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ മോളിക്യൂളും. ഓക്കെ, സോ ഈ 2 ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7. അപ്പോൾ നമുക്ക് അയണിക് ബോണ്ടിങ്ങിൽ പറഞ്ഞതുപോലെ അയണിക് ബോണ്ടിങ്ങിൽ എന്തായിരുന്നു? ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. സോഡിയം ക്ലോറൈഡിനെ കുറിച്ച് ഓർക്കുന്നില്ലേ നമ്മുടെ സോൾട്ട്, കോമൺ സോൾട്ട്? അവിടെ എന്ത് സംഭവിച്ചത്? സോഡിയം ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ അങ്ങോട്ട് കൊടുത്തു. ക്ലോറിനോ സോഡിയം കൊടുക്കുന്ന ആ ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് ക്ലോറിൻ്റെ ചുറ്റും 8 ഇലക്ട്രോണായി. സോഡിയം 1 ഇലക്ട്രോൺ ഉണ്ടായിരുന്ന ഔട്ടർമോസ്റ്റ് ഷെല്ലിനെ അങ്ങോട്ട് കളഞ്ഞു. പിന്നീട് വരുന്ന 8 ഇലക്ട്രോണിനെ ഔട്ടർമോസ്റ്റ് ഷെല്ലാക്കിയിട്ട് സോഡിയവും സ്റ്റേബിളായി. അപ്പോൾ അവിടെ അയോണിക് ബോണ്ടിങ്ങിൽ അങ്ങനെയാണ് സംഭവിച്ചിരുന്നത്, ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടെ 2 ഫ്ലൂറിൻ ആറ്റം ഒരുമിച്ച് വന്നാൽ അവിടെ ട്രാൻസ്ഫർ പോസിബിൾ ആണോ? പറ്റുമോ? നമുക്ക് നോക്കാം. ഈസ് ദ പോസിബിലിറ്റി ഓഫ് ട്രാൻസ്ഫറിങ് ഇലക്ട്രോൺസ് ഫ്രം one fluorine atom to another fluorine atom? Is ionic bonding possible in this molecule? പറ്റുമോ? 2 ഫ്ലൂറിൻ ആറ്റത്തിൻ്റെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ കയ്യിൽ നിന്ന് മറ്റ് ഫ്ലൂറിൻ ആറ്റം ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് സ്വീകരിച്ചു. അപ്പോൾ അതിന് 8 ഇലക്ട്രോൺ ആയി. പക്ഷേ അപ്പോൾ തൊട്ടടുത്തുള്ള ഫ്ലൂറിനോ 6 ഇലക്ട്രോൺ. അപ്പോൾ അത് സ്റ്റേബിൾ ആവുമോ? ഒരു ഫ്ലൂറിനല്ലേ സ്റ്റേബിൾ ആവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യും? 2 പേരും വിട്ടുകൊടുക്കാൻ റെഡിയല്ല. അപ്പോൾ 2 പേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? 2 പേർക്കും ഒരു സാധനം വേണം. അപ്പോൾ എന്ത് ചെയ്യും? അവർ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. How can the 2 fluorine atoms attain an octet arrangement? എങ്ങനെയാണ് 2 പേർക്കും 8 ഇലക്ട്രോൺ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാവുക? അറിയോ? യെസ്, അവർ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. എൻ്റെ ഇലക്ട്രോണിനെ ഞാൻ നിനക്കും പങ്കുവെക്കാം, നിൻ്റെ ഇലക്ട്രോണിനെ എനിക്കും പങ്കുവെക്കണം. അപ്പോൾ അവർ തമ്മിൽ ഷെയർ ചെയ്യും ഇലക്ട്രോൺസിനെ. ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോണിനെ മറ്റ് ഫ്ലൂറിൻ ആറ്റത്തിന് ഷെയർ ചെയ്യുന്നു. അതുപോലെ ആ ഒരു ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ഈ ഒരു ഫ്ലൂറിനും ഷെയർ ചെയ്യുന്നു. അങ്ങനെ അവർ 2 പേരും തമ്മിൽ പരസ്പരം ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ കോവാലൻറ്റ് ബോണ്ടിങ് സംഭവിക്കുന്നത്. എന്തെങ്കിലും മനസ്സിലായോ? യെസ്, ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. The way in which the 2 fluorine atoms in a fluorine molecule undergo chemical bonding is illustrated in figure below. എങ്ങനെയാണ് ഈ ഫ്ലൂറിൻ ആറ്റംസ് പോകുന്നതെന്ന് നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വഴി നമുക്ക് നോക്കാം. ഇതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഇതെല്ലാം. സോ ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ 7 ഇലക്ട്രോൺ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അടുത്ത ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ 7 ഇലക്ട്രോൺ. സോ ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് എന്തായി മാറുന്നു? ഫ്ലൂറിൻ മോളിക്യൂളായി മാറുന്നു. എങ്ങനെ? 2 പേർക്കും 8 ഇലക്ട്രോൺ വേണം. അപ്പോൾ എന്ത് ചെയ്തു ഇവർ? ഈ ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോണിനെ ഇതിനും ഷെയർ ചെയ്തു, ഇതിൻ്റെ ഒരു ഇലക്ട്രോണിനെ ഈ ഫ്ലൂറിൻ ആറ്റത്തിനും ഷെയർ ചെയ്തു. അങ്ങനെ അവർ കണ്ടില്ലേ, ഇവർ ഒരു സർക്കിൾ പോലെ, ഇവിടെ ഈ ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ സർക്കിൾ, ഇത് ഈ ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ സർക്കിൾ. എന്നിട്ട് ഇവിടെ സെൻറ്റർ ഭാഗത്ത് നോക്കൂ, രണ്ടും കോമൺ ആയി വരുന്ന ഭാഗം. അപ്പോൾ ഈ ഒരു സർക്കിൾ എടുത്ത് നോക്കാം, അത് ഈ ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ സർക്കിളാണ്. അപ്പോൾ അവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് ആയി. ഈ ഫ്ലൂറിൻ ആറ്റം ഹാപ്പി ആയി, ഇതിന് 8 ഇലക്ട്രോൺസ് കിട്ടിയിട്ടുണ്ട്.
ദെൻ ഇനി ഈ ഫ്ലൂറിൻ ആറ്റം എടുത്ത് നോക്കിയാലോ. ഇവിടെ നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. ഇതിനും 8 ഇലക്ട്രോൺസ് ആയി. സോ ഇവർ ഇലക്ട്രോൺസിനെ അങ്ങോട്ട് ഷെയർ ചെയ്തു. രണ്ടുപേരും ഓരോരോ ഇലക്ട്രോൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അപ്പോൾ രണ്ടുപേരും ഹാപ്പിയായി. ഒരു ഇലക്ട്രോൺസിനെ പങ്കുവെച്ചു, ഹാപ്പിയായി. രണ്ടുപേരും ഒക്ടറ്റ് ഇലക്ട്രോൺസ് കംപ്ലീറ്റായി, ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റായി സ്റ്റേബിളായി നിന്നു. ഇങ്ങനെയാണ് F2 മോളിക്യൂൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഈ ടൈപ്പ് ബോണ്ടിങ്ങിനെ നമ്മൾ പറയുന്നതാണ് കോവാലൻറ്റ് ബോണ്ടിങ്. ഓക്കെ, അയണിക് ബോണ്ടിങ് എന്തായിരുന്നു? ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ ഷെയറിങ് ആണ് കേട്ടോ. അതാണ് ഡിഫറൻസ്. ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുമ്പോൾ അവിടെ ചാർജായിട്ട് മാറുന്നു ആറ്റംസ്. പക്ഷേ ഇവിടെ ചാർജ് ഒന്നുമില്ല, ഇവർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് അവർ അയോണിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ കോവാലൻറ്റ് ബോണ്ടിങ്. വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ഫ്ലൂറിൻ മോളിക്യൂൾ? ഫ്ലൂറിൻ മോളിക്യൂളിൻ്റെ ഫോർമേഷനിൽ എന്താണ് സംഭവിച്ചത്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഓർ ഇലക്ട്രോൺ ഷെയറിങ്? യെസ്, നമുക്കറിയാം, ഇലക്ട്രോൺ ഷെയറിങ് ആണ് ഇവിടെ സംഭവിച്ചത്. ദെൻ ഹൗ മെനി പയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ്? ഇവിടെ എത്ര പയർ ഇലക്ട്രോൺസ് ഷെയർ ചെയ്തു? ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്? ഇലക്ട്രോൺ 1 2. 2 ഇലക്ട്രോണിനെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ 2 ഇലക്ട്രോണ് 2 ഫ്ലൂറിനും ബാധകമാണ് ആണല്ലോ. സോ ഇവിടെ എത്ര പയറുണ്ട്? ഒരു പയർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ജോഡി എന്ന് പറഞ്ഞാൽ 2 പേര്. അപ്പോൾ ഇവിടെ എത്ര പയർ ഇലക്ട്രോൺ ഉണ്ട്? ഒരു പയർ. അപ്പോൾ ഒരു പയറിൽ 2 ഇലക്ട്രോൺ കാണും. സോ ഹൗ മെനി പയേഴ്സ് ആർ ഷെയർഡ്? 1 പയർ. ഒരു പയറാണ് ഇവിടെ ഷെയർ ചെയ്തത്. ഓക്കെ, കോവാലൻറ്റ് ബോണ്ടിങ്. ഇനി കോവാലൻറ്റ് ബോണ്ടിങ് എന്താണെന്ന് നോക്കാം. യെസ്, നേരത്തെ കാണിച്ച ഈ ഫിഗർ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? ഷെയർഡ് ഇലക്ട്രോൺസ്. കണ്ടോ, ഇവിടെ ഈ ഭാഗത്ത് എന്താണ്? ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ 1 പയർ, 2 ഇലക്ട്രോണാണ്. 1 പയർ ഇലക്ട്രോണിന് ഇവർ ഷെയർ ചെയ്തു. അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ എന്താ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിരുന്നതെന്ന്. ഓക്കെ, കോവാലൻറ്റ് ബോണ്ടിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് കാണിച്ചത്. സോ the chemical bond formed as a result of sharing of electrons between the combining atoms is called a covalent bonding. അപ്പോൾ എന്താണ് കോവാലൻറ്റ് ബോണ്ടിങ്? ഒരു കെമിക്കൽ ബോണ്ടാണ്. എങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടാണ്? ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ബോണ്ടിനെയാണ് നമ്മൾ കോവാലൻറ്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. യെസ്, ആറ്റംസ് തമ്മിൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു. അങ്ങനെ ആ ഷെയർ ചെയ്ത ഇലക്ട്രോൺസ് തമ്മിൽ ഒരു ബോണ്ട് വരുന്നു, ഇവർ തമ്മിലൊരു ബോണ്ടിങ് വരുന്നു. അങ്ങനെയാണ് നമ്മൾ കോവാലൻറ്റ് ബോണ്ടിങ് ഉണ്ടാകുന്നത്. ദ ബോണ്ടഡ് ഇലക്ട്രോൺസ് ആർ ജനറലി സ്റ്റേറ്റഡ് ഇൻ പയേഴ്സ്. സിൻസ് 1 pair of electrons is shared in the formation of fluorine molecule, the bond is a single molecule. അപ്പോൾ നമ്മൾ പഠിച്ചു ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുകയാണെന്ന്. എന്നിട്ട് ഇലക്ട്രോൺസ്, ആ ഷെയർ ചെയ്ത ഇലക്ട്രോൺസ് തമ്മിലൊരു ബോണ്ടായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ഒരുമിച്ചിട്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സിൽ നിൽക്കുകയാണ്. ആ പെയർ ചെയ്ത ഇലക്ട്രോൺസിൽ ഷെയർ ചെയ്ത ഇലക്ട്രോൺസ് തമ്മിലൊരു ബോണ്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു പെയർ ഇലക്ട്രോൺ ആണ് അവിടെ ഷെയർ ചെയ്തതെങ്കിൽ അവിടെ അതിനെന്ത് പറയും നമ്മൾ? സിംഗിൾ ബോണ്ട് എന്ന്. അവിടെ ഒരു സിംഗിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ബോണ്ടിൻ്റെ ഒരറ്റത്ത് ഒരു ഇലക്ട്രോണും മറ്റേ അറ്റത്ത് വേറൊരു ഇലക്ട്രോണും, അങ്ങനെ അവർ തമ്മിൽ ബോണ്ടായി നിൽക്കുന്നു. അതിനെ ഒരു പെയറാണെങ്കിൽ നമ്മൾ സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നു. എ സിംഗിൾ ബോണ്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സ്മോൾ ലൈൻ ബിറ്റ്വീൻ ദ സിംബിൾസ് ഓഫ് കമ്പൈനിങ് എലമെൻറ്റ്സ്. ഇപ്പോൾ ഫ്ലോറിൻ മോളിക്യൂളിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയായിരുന്നു? 2 ഫ്ലോറിൻ ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഫ്ലോറിൻ മോളിക്യൂൾസ്, അതിങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഫ്ലോറിൻ്റെ സിമ്പിൾ ചെയ്തു. എന്നിട്ട് ഇതിനെയാണ് നമ്മൾ സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത്. ഇവിടെ മറ്റേ ഫ്ലോറിൻ ആറ്റത്തിൻ്റെ സിമ്പിളും. സോ ഈ 2 ഫ്ലോറിൻ ആറ്റത്തിൻ്റെ ഇടയിൽ ഒരു പെയർ ഇലക്ട്രോൺ എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺ ബോണ്ട് ചെയ്ത് നിൽക്കുകയാണെന്നാണ് ഈ ഒരു ചെറിയൊരു ലൈൻ ഇട്ട് കൊടുക്കുക അതിൻ്റെ അർത്ഥം. ഇതിനെ നമ്മൾ സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നു. ഈ സിംഗിൾ ബോണ്ടിൻ്റെ ഒരറ്റത്ത് ഒരു ഇലക്ട്രോൺ, മറ്റേ അറ്റത്ത് മറ്റൊരു ഇലക്ട്രോൺ. സോ ഇതാണ് സിംഗിൾ ബോണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Draw the electron dot diagram of the formation of a chlorine molecule by the combination of 2 chlorine atoms. അപ്പോൾ നമുക്ക് നെക്സ്റ്റിന് ക്ലോറിൻ മോളിക്യൂളിൻ്റെ ഫോർമേഷൻ ഒന്ന് നോക്കാം. Cl2. ഓക്കെ, അപ്പോൾ ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 17.
ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ 287. ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലും 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ എങ്ങനെ ആയിരിക്കും അതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഫ്ലൂറിൻ്റേത് പോലെ തന്നെയാണ്. ഫ്ലൂറിനും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആയിരുന്നു, ക്ലോറിനും 7 ഇലക്ട്രോൺ. അപ്പോൾ നോക്കാം, ഇവിടെ ക്ലോറിൻ്റെ 7 ഇലക്ട്രോൺ ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെയും 7 ഇലക്ട്രോൺ. ഇവർ തമ്മിൽ അയണിക് ബോണ്ടിങ് പോസിബിൾ ആണോ? അല്ല. 2 പേർക്കും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണം. എന്ത് ചെയ്യും അവർ? യെസ്, അവർ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ ഒന്നിന് 8ഉം മറ്റേതിന് 6ഉമായി മാറും. പക്ഷെ അങ്ങനെ പോസിബിൾ അല്ലല്ലോ. അതുകൊണ്ട് അവർ ഷെയർ ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഷെയർഡ് ഇലക്ട്രോൺസ് കണ്ടോ? ഈ രണ്ടിനും ഈ സർക്കിളിനകത്ത് വരുന്ന ഇലക്ട്രോൺസ് ഇതിന് ഈ ഒരു ക്ലോറിന് ബാധകമാണ്. ഈ ഒരു സർക്കിളിനകത്ത് വരുന്ന ഈ 2 ഇലക്ട്രോൺസ് ഇതിനും ബാധകമാണ്. സോ ഇവർ തമ്മിൽ ഒരു ക്ലോറിൻ ആറ്റം ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു, മറ്റു ക്ലോറിൻ ആറ്റം മറ്റു ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. അങ്ങനെ ഇവർ ഷെയർ ചെയ്തിട്ട് ഒരു ബോണ്ടായിട്ട് നിൽക്കുന്നു. ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഇവർ ഷെയർ ചെയ്തു? 2 ഇലക്ട്രോൺസ്. അപ്പോൾ ഈ 2 ഇലക്ട്രോൺസ് എത്ര പെയറായി? ഒരു പെയർ, ഒരു ജോഡി എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ. ഓക്കെ, സോ ഇവിടെ 2 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തു, 1 പെയർ. അപ്പോൾ അവർ തമ്മിൽ ബോണ്ടിങ് എങ്ങനെയായിരിക്കും? കോവലൻ്റ് ബോണ്ട് സിംഗിൾ ബോണ്ടാണ് അല്ലേ? ഒരു പെയർ ഇലക്ട്രോൺ ആണെങ്കിൽ അവിടെ ഒരു സിംഗിൾ ലൈനാണ്, സിംഗിൾ ബോണ്ടാണ് വരുന്നത്. ഓക്കെ, സോ കോവലൻ്റ് ബോണ്ട് ബിറ്റ്വീൻ 2 ക്ലോറിൻ ആറ്റംസ്. അപ്പോൾ 2 ക്ലോറിൻ ആറ്റംസ് തമ്മിലുള്ള ഇലക്ട്രോൺസ് 2 ക്ലോറിൻ ആറ്റംസ് തമ്മിലുള്ള ബോണ്ടിങ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കോവാലൻ്റ് ബോണ്ട് സിംഗിൾ ബോണ്ടാണ്, കാരണം ഒരു പെയർ ഇലക്ട്രോണിനെയാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓക്സിജൻ മോളിക്യൂൾ. നെക്സ്റ്റ് നമുക്ക് ഓക്സിജൻ മോളിക്യൂളിൻ്റെ ഫോർമേഷൻ നോക്കാം. ആറ്റോമിക് നമ്പർ എത്രയാണ് ഓക്സിജൻ്റെ? 8. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,6. നമുക്ക് നോക്കാം. ഇവിടെ ഓരോ ഓക്സിജന് ചുറ്റും 6 ഇലക്ട്രോൺസ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് മാത്രമേ നമ്മൾ ലെവിസ് ഡോട്ട് ഡയഗ്രത്തിൽ കാണിക്കുകയുള്ളൂ. സോ ഇവിടെ 6 ഇലക്ട്രോൺ. അടുത്ത ഓക്സിജനും ഇതേപോലെ 6 ഇലക്ട്രോൺ. അപ്പോൾ ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്താൽ എങ്ങനെയിരിക്കും? ഇതിന് 6 ഇലക്ട്രോൺ ആണുള്ളത് ഒരു ഓക്സിജന്. സോ അത് സ്റ്റേബിളാണോ? അല്ല, 8 എണ്ണം വേണം അല്ലേ? സോ ഒന്നിന് 6 എണ്ണം, മറ്റേതിനും 6 എണ്ണം. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒരാളെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? പോസിബിൾ അല്ല. 2 എണ്ണത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. സോ എന്ത് ചെയ്യും? ഇവിടെ ഇവർ ഷെയർ ചെയ്യും ഇലക്ട്രോൺസിനെ. എത്ര പെയർ ഇലക്ട്രോൺസിനെ ഇവിടെ ഷെയർ ചെയ്യേണ്ടി വരും? നമുക്ക് നോക്കാം. ഇവിടെ ഇവർ 4 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യണം. മറ്റേതിൽ ഫ്ലൂറിൻ്റെ കേസിൽ നമ്മൾ 2 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിരുന്നു. ഇവിടെ ഓക്സിജൻ്റെ കേസിൽ 4 ഇലക്ട്രോൺസിനെ ഇവർ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എത്രയായി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്ന്. ഇവിടെ ഈ ഓക്സിജൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 എണ്ണമായി. കണ്ടോ? ഈ സർക്കിളിനകത്തുള്ളതെല്ലാം ഈ ഓക്സിജനുള്ള ഇലക്ട്രോൺസ് ആണ്. ഇനി ഈ സർക്കിളിനകത്തുള്ളതെല്ലാം ഈ അടുത്ത് വരുന്ന ഓക്സിജനുള്ളതാണ്. സോ ഇതിനെത്ര ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ്. അപ്പോൾ 2 ഓക്സിജനും 8 ഇലക്ട്രോൺസ് ആയി. അവർ ഹാപ്പി ആയിട്ട് ഒക്ടറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റേബിളായിരുന്നു. സോ ഇവർ തമ്മിൽ കോവാലൻ്റ് ബോണ്ടിങ്ങിലൂടെ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷന് കംപ്ലീറ്റ് ചെയ്തു, സ്റ്റേബിളായിരിക്കുന്നു. ആ ഡയഗ്രാമാണ് ഈ കാണിക്കുന്നത്. സോ ഇവിടെ എത്ര പെയർ ഇലക്ട്രോൺസിനെ ഇവർ ഷെയർ ചെയ്തു? 2 പെയർ. അവിടെ ഒരു പെയർ ആയിരുന്നു, അതിന് നമ്മൾ സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞു. ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തു? യെസ്, 2 പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തു. അപ്പോൾ അതിൽ എത്ര ഇലക്ട്രോൺസ് കാണും? 4 ഇലക്ട്രോൺസ്. ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിൽ 2 എണ്ണം. അപ്പോൾ 2 പെയറിൽ 4 ഇലക്ട്രോൺസ്. സോ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? ബോണ്ട് ഇങ്ങനെയാണ് കാണിക്കുന്നത്. സിംഗിൾ ബോണ്ട് പറ്റുമോ? ഇല്ല. സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ് ആണെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ 4 ഇലക്ട്രോൺസ് ഇല്ലേ? അപ്പോൾ ഒരു ബോണ്ടും കൂടി ഇടണം. സോ ഇതിനെയാണ് നമ്മൾ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്. 2 ബോണ്ട് ഉണ്ട്, സോ അതിനെ ഡബിൾ ബോണ്ട്. അപ്പോൾ ഓക്സിജൻ മോളിക്യൂൾ ഡബിൾ ബോണ്ടായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, കാരണം അവിടെ 4 ഇലക്ട്രോൺസിനെയാണ് അവർ ടോട്ടലി ഷെയർ ചെയ്തത്. 2 പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ദെൻ ഹൗ മെനി പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ഇൻ ദീസ് മോളിക്യൂൾസ്? ഓക്സിജനാണ് കേട്ടോ ചോദിക്കുന്നത്. യെസ്, 2 പെയർസ് ഓഫ് ഇലക്ട്രോൺസ്. Covalent bond formed by sharing 2 pairs of electrons is a double bond. അപ്പോൾ എന്താണ് ഡബിൾ ബോണ്ട്?
കോവാലൻ്റ് ബോണ്ടിങ്ങിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ഒന്നും വരുന്നുണ്ട്, നമുക്ക് നോക്കാം. കോവാലൻ്റ് ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് 2 pairs ഓഫ് ഇലക്ട്രോൺസ്. 2 pair ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത കോവാലൻ്റ് ബോണ്ടിങ്ങിനെ നമ്മൾ എന്ത് പറയുന്നു? ഡബിൾ ബോണ്ട് എന്ന്. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ എന്താ കണ്ടത്? യെസ്, ഓക്സിജൻ. ഇനി നെക്സ്റ്റ് നൈട്രജൻ മോളിക്യൂളിൻ്റെ നോക്കാം. നൈട്രജൻ മോളിക്യൂളിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? നൈട്രജൻ്റെ 7, ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ 2, 5. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 എണ്ണം. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടോ, നൈട്രജന് ചുറ്റും 5 ഇലക്ട്രോൺസ്, 1, 2, 3, 4, 5. അതുപോലെ മറ്റ് നൈട്രജൻ്റെ പുറത്തും ഔട്ടർമോസ്റ്റ് ഷെല്ലിലും 5 ഇലക്ട്രോൺസ്. ഇത് വരക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ 3 എണ്ണം ഇവിടെയും 2 എണ്ണം അവിടെയും ഒക്കെ കൊടുത്തിട്ടുള്ളത്. ബോണ്ട് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ദെൻ ഇവിടെ കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. നൈട്രജൻ മോളിക്യൂളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ 5 ഇലക്ട്രോണാണ് ഒരു നൈട്രജൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ളത്. അപ്പോൾ അത് സ്റ്റേബിൾ ആണോ? അല്ല. ഇനി എത്ര ഇലക്ട്രോൺസ് കൂടി വേണം? യെസ്, 3 ഇലക്ട്രോൺ വേണം. അപ്പോൾ 2 നൈട്രജനും 3 ഇലക്ട്രോൺസ് കൂടി വന്നാലാണ് അവർ സ്റ്റേബിൾ ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ അയോണിക്സ് ബോണ്ടിങ് പോസിബിൾ ആണോ? അല്ല. ഇവിടെ കോവാലൻ്റ് ബോണ്ടിങ്ങിലൂടെയാണ് മോളിക്യൂൾ ഫോം ചെയ്തിട്ടുള്ളത്. ഇവിടെ കോവാലൻ്റ് ബോണ്ടിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയാണ്. ഇവിടെ എത്ര പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടുണ്ട്? ടോട്ടൽ എത്ര ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം. ഇവിടെ സെൻറ്റർ ഭാഗത്ത് കണ്ടോ, ഇത് ഈ കാണുന്ന ഇലക്ട്രോൺസ് 2 നൈട്രജനും ബാധകമാണ്. സോ ഇവിടെ കണ്ടോ 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ഈ നൈട്രജന് 8 ആയി. ഒക്ടറ്റ് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയി. 8 ഇലക്ട്രോൺസ് ഉണ്ട് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ. ഇനി ഈ നൈട്രജൻ്റെ അടുത്ത് നോക്കിയാലോ, 1, 2, 3, 4, 5, 6, 7, 8. ഈ നൈട്രജനും 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയി. സോ ഇവർ 2 നൈട്രജനും ഭയങ്കര ഹാപ്പി ആയിട്ട് സ്റ്റേബിളായിട്ട് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നു. സോ ഇവിടെ എത്ര ഇലക്ട്രോൺസിനെ ടോട്ടൽ ഷെയർ ചെയ്തു? യെസ്, 1, 2, 3, 4, 5, 6 ഇലക്ട്രോൺസിനെ ഇവിടെ ഷെയർ ചെയ്തു. 6 ഇലക്ട്രോൺസിനെ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നുണ്ട്. എൻ്റെ ഇലക്ട്രോണിനെ നീയും എടുത്തോ, നിൻ്റെ ഇലക്ട്രോൺസിനെ ഞാനും എടുക്കാം, അങ്ങനെ. സോ ഇവിടെ 6 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? യെസ്, 3 പെയർ അല്ലേ. ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിൽ 2 എണ്ണം വരും. അപ്പോൾ അവിടെ 3 പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസിൽ 6 ഇലക്ട്രോൺസ് വരും. സോ ഇനി ഇതിന് എങ്ങനെയാണ് എത്ര ബോണ്ട് വരും? യെസ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഒരു പെയറാണെങ്കിൽ സിംഗിൾ ബോണ്ട്, ഒരൊറ്റ ലൈൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. 2 പെയറാണെങ്കിൽ 2 ലൈൻ, ഡബിൾ ബോണ്ട് എന്ന് പഠിച്ചു. അപ്പോൾ 3 ലൈൻ ആണെങ്കിൽ എന്ത് പറയും? യെസ്, നമുക്ക് നോക്കാം. ട്രിപ്പിൾ ബോണ്ട്. ഇവിടെ 3 ബോണ്ട് ഇട്ട് കൊടുക്കുന്നു, അതിനെ നമ്മൾ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയും. കണ്ടോ, 2 നൈട്രജൻ്റെ ഇടയിൽ 3 ലൈൻ വരയ്ക്കുക. ഓക്കെ, 3 ലൈൻ വരച്ചിട്ട് അതിനെ ട്രിപ്പിൾ ബോണ്ടായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നൈട്രജൻ മോളിക്യൂളിൻ്റെത് ട്രിപ്പിൾ ബോണ്ടാണ് കേട്ടോ. നമുക്കത് നോക്കാം. ഹൗ മെനി പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ഇൻ ദിസ് മോളിക്യൂൾസ്? ഈ നൈട്രജൻ മോളിക്യൂളിൻ്റെ എത്ര പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? 3 പെയർസ് ഓഫ് ഇലക്ട്രോൺസ്. കോവാലൻ്റ് ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് 3 പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഈസ് എ ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് ഇങ്ങനെ 3 പെയർസ് ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നു. കോവാലൻ്റ് ബോണ്ടിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ നമ്മൾ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട് പഠിച്ചു. ദെൻ നമുക്ക് ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഏതൊക്കെ മോളിക്യൂൾസ് തന്നിട്ടുണ്ട്? ഫ്ലൂറിൻ മോളിക്യൂൾ, ക്ലോറിൻ മോളിക്യൂൾ, ഓക്സിജൻ മോളിക്യൂൾ, നൈട്രജൻ മോളിക്യൂൾ. ദെൻ ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര എണ്ണം ഷെയർ ചെയ്തു? കെമിക്കൽ ബോണ്ട് ഇവിടെ സിംഗിൾ ബോണ്ടാണ്. കാരണം എത്ര പെയർസ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് അവിടെ ഷെയർ ചെയ്തത്? ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ഓർക്കുന്നുണ്ടോ? യെസ്, നമ്മൾ ഫസ്റ്റ് കണ്ടത് യെസ് 1 പെയറാണ്. ദെൻ ക്ലോറിനും ഫ്ലൂറിൻ്റെത് പോലെ തന്നെയാണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആയിരുന്നു, അതുകൊണ്ട് 8 എണ്ണം ആവാൻ 1 ഇലക്ട്രോണിന്. അപ്പോൾ 2 പെയറിനാണ് അവർ 1 പെയറിനാണ് അവർ ഷെയർ ചെയ്തത്. അതിന് 2 ഇലക്ട്രോൺ. സോ 1 പെയർ ഓഫ് ഇലക്ട്രോൺസ്. ദെൻ അവിടെ സിംഗിൾ ബോണ്ടാണ്. ദെൻ ഓക്സിജൻ്റെയോ 2 പെയർസ് ഓഫ് ഇലക്ട്രോൺസിനെ അവർ ഷെയർ ചെയ്തിരുന്നു. സോ അവിടെ എന്താണ്? ഡബിൾ ബോണ്ട്. നൈട്രജൻ്റെ കേസോ 3 പെയർസ് ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടുണ്ട്, അവിടെ ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, നിങ്ങളിതെല്ലാം എഴുതിയെടുക്കണം കേട്ടോ. ദെൻ
നെക്സ്റ്റ് നമുക്ക് നോക്കാം. യെസ്, ഇവിടെ ബോണ്ടിങ് കാണിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ്. നമ്മൾ ഫസ്റ്റ് കണ്ട് ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ് ഇതെല്ലാം. നൈട്രജൻ്റെത് നമ്മൾ കണ്ടു, ട്രിപ്പിൾ ബോണ്ടായിട്ടാണ് ഈ നൈട്രജൻ മോളിക്യൂൾ ഇരിക്കുന്നത്. ദെൻ ഓക്സിജനോ ഡബിൾ ബോണ്ടായിട്ട്, ഫ്ലോറിന് സിംഗിൾ ബോണ്ട്, ക്ലോറിന് സിംഗിൾ ബോണ്ട്, ബ്രോമിൻ സിംഗിൾ ബോണ്ടാണ്, അയഡിനൊക്കെ സിംഗിൾ ബോണ്ടാണ്. സോ ഇവിടെ ഒരാൾ മിസ്സിംഗ് ആണല്ലോ. ഏതൊക്കെയാണ് നമ്മൾ കണ്ട ഡയറ്റോമിക് മോളിക്യൂൾസ്? യെസ്, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇവയെല്ലാം ഡയറ്റോമിക് മോളിക്യൂൾസ്. 2 ആറ്റംസ് ആയിട്ടാണ് എപ്പോഴും നമ്മൾ കാണാറ്. ഇവർക്ക് ഒരാൾ ഒറ്റയ്ക്കായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നിപ്പോൾ മനസ്സിലായല്ലോ. കാരണം എന്താണ്? ഒറ്റയ്ക്കായിട്ട് അവർ ഇരിക്കുമ്പോൾ അവർ ഔട്ടർമോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് അല്ല. യെസ്, ഔട്ടർമോസ്റ്റ് 8 ഇലക്ട്രോൺ വന്നാലാണ് അവർ സ്റ്റേബിൾ ആവുക. അപ്പോൾ അവർ സ്റ്റേബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മറ്റൊരു ആറ്റം കൂടി വേണം. യെസ്, അപ്പോൾ ഇവർക്ക് 2 ആറ്റം ആയാലാണ് അവർ സ്റ്റേബിൾ ആവുകയുള്ളൂ. അതാണ് ഇവർ ഡയറ്റോമിക് മോളിക്യൂൾസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഡയറ്റോമിക് മോളിക്യൂൾസ് ആയിട്ട് ഇവർ ഇരിക്കുന്നത് എന്ന്. ബട്ട് ഇവിടെ ഒരാളെ കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞിട്ടില്ല. ആരെയാണ്? നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും ഫ്ലോറിൻ്റെയും ക്ലോറിൻ്റെയും ബ്രോമിൻ്റെ അയഡിൻ്റെ എല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഹൈഡ്രജൻ്റെ മാത്രം നമ്മൾ കണ്ടിട്ടില്ല. യെസ്, ഹൈഡ്രജന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ ഹീലിയം ആറ്റത്തിൻ്റെ പറഞ്ഞത് ഓർക്കുന്നുണ്ട് നിങ്ങൾ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുമ്പോൾ ഹീലിയം ആറ്റത്തിൻ്റെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എന്താ പ്രത്യേകത? യെസ്, നമുക്ക് നോക്കാം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 1. ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഓൺലി 1 പ്രോട്ടോണും 1 ഇലക്ട്രോണും. അപ്പോൾ 1 ആണ് ഹൈഡ്രജൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ. 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ 8 ഇലക്ട്രോൺ ആക്കി മാറ്റാൻ പറ്റും? നമ്മൾ കണ്ടു ഹൈഡ്രജന് ഡയറ്റോമിക് മോളിക്യൂളാണ്, എപ്പോഴും 2 ആയിട്ടാണ് ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റ് ഹൈഡ്രജൻ വന്നാലും അതിന് 8 എണ്ണം പോസിബിൾ ആണോ? 8 എണ്ണം ആവുമോ? ഇല്ല. ഇനി മറ്റൊരു ഹൈഡ്രജൻ വന്നാലും അത് 2 എണ്ണേ ആവുകയുള്ളൂ. ഇവിടെയാണ് നമ്മൾ ഹീലിയത്തിൻ്റേത് ഓർക്കേണ്ടത്. ഹീലിയത്തിൻ്റെ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേണോ? വേണ്ട. നമ്മൾ പകരം വേറൊരു വേർഡ് പഠിച്ചിരുന്നല്ലോ. എന്താണ്? യെസ്, ഡ്യൂപ്ലറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഡ്യൂപ്ലറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് 2 എണ്ണം മതി, 8 എണ്ണം വേണ്ട. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 എണ്ണം വേണ്ട, 2 എണ്ണം മതി. കാരണം എന്താണ്? ഹീലിയത്തിനും ഹൈഡ്രജനൊക്കെ എത്ര ഷെല്ലുകളുണ്ട്? യെസ്, ഒരൊറ്റ ഷെല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരൊറ്റ ഷെല്ല് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഫസ്റ്റ് ഷെല്ലിൽ മാക്സിമം പോകുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? 2 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2, 8, 8 അങ്ങനെ പോകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റത്തേതിൽ 2 ഇലക്ട്രോൺസ് മതി. സോ അതിനെയാണ് നമ്മൾ അവർക്ക് അത് 2 ഇലക്ട്രോണാണ് മാക്സിമം പോവുക. അപ്പോൾ 2 ഇലക്ട്രോണായി അവർ സ്റ്റേബിളായി, അവർ ഹാപ്പിയായി, അവരുടെ ഷെല്ലിൽ കൊള്ളാവുന്ന അത്രയും ഇലക്ട്രോൺസിന് അവരെ കൊണ്ടിട്ടുണ്ട്. സോ ഡ്യൂപ്ലറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മതി നമ്മുടെ ഹൈഡ്രജനോ ഹീലിയത്തിനൊക്കെ. സോ അവരെങ്ങനെയാണ് കോവാലന്റ് ബോണ്ടിങ്ങിലൂടെ നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ ഫിഗർ, ഒരു 3D ഫിഗർ പോലെ കണ്ടോ. ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ് 1 ഇലക്ട്രോണും ഒരു ഷെല്ലിനകത്തുണ്ട്. ഇത് മറ്റൊരു ഹൈഡ്രജൻ ആറ്റം. ഇവിടെ നമ്മൾ കമ്പൈൻ ചെയ്താൽ ഇവിടെ ഹൈഡ്രജൻ മോളിക്യൂൾ വന്നു, 2 ഹൈഡ്രജൻ ആറ്റം. ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ടുണ്ട്? 1 പെയർ. സോ ഇതിൻ്റെ ലെവിസ് ഡയഗ്രാം ഒന്ന് നോക്കാം. കണ്ടോ, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 1 ഇലക്ട്രോണും മറ്റു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മറ്റൊരു ഇലക്ട്രോണും തമ്മിൽ കമ്പൈൻ ചെയ്തു. ഇതേ കണ്ടോ, ഇവർ ഡ്യൂപ്ലറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനായി. അവർക്ക് 2 ഇലക്ട്രോൺ മതി. കാരണം എന്താണ്? ഒരു ഷെല്ലേ ഉള്ളൂ. ആ ഒരു ഷെല്ലിൽ മാക്സിമം പോകുന്നത് 2 ഇലക്ട്രോണാണ്. അപ്പോൾ അവർക്ക് ഒക്ടക്റ്റ് വേണ്ട, അവർക്ക് ഡ്യൂപ്ലറ്റ് മതി, 2 ഇലക്ട്രോൺ മതി കംപ്ലീറ്റ് ആവാൻ. അപ്പോൾ ഇവർ 2 ഇലക്ട്രോൺ കിട്ടി, ഹാപ്പി ആയിട്ടിരുന്നു. 2 ഹൈഡ്രജൻ ആറ്റവും സ്റ്റേബിളായി. ഈ ഒരു ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിന് എത്ര ഇലക്ട്രോൺസ് കണ്ട്? 1, 2. ഈ ഒരു ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിലോ ഇതിനും 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ 2 ഹൈഡ്രജൻ ആറ്റവും സ്റ്റേബിളായി ഹാപ്പി ആയിട്ടിരുന്നു. സോ ഇതൊക്കെയാണ് അബൌട്ട് കോവാലന്റ് ബോണ്ടിങ്. കഴിഞ്ഞിട്ടില്ല. ഇവിടെയെല്ലാം നമ്മൾ സെയിം ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് കോവാലന്റ് ബോണ്ടിങ് ഫോം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ആറ്റംസ് കോവാലന്റ് ബോണ്ടിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നിങ്ങൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. സോ മനസ്സിലായല്ലോ, ഹൈഡ്രജൻ്റെ ഹീലിയത്തിൻ്റെ ഒക്കെ കേസിൽ ഡ്യൂപ്ലറ്റ് മതി, ഒരിക്കലും ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക.
So that's all about today's class.